Good evening. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പോയം എന്ന് പറയുന്നത് Poem in Praise of Menstruation by Lucille Clifton. So this is a poem written by an American poet, educator and writer Lucille Clifton. Lucille Clifton പോയറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷീ വാസ് ദി ഫസ്റ്റ് ഓഥർ ടു ഹാവ് 2 books of poetry chosen as finalist for the Pulitzer Prize. അതായത് പുലിറ്റ്സർ പ്രൈസിന് വേണ്ടിയിട്ട് ഒരേ സമയത്ത് 2 വർക്ക്സാണ് ക്ലിഫ്റ്റൻ്റെ 2 വർക്ക്സാണ് സെയിം ടൈം ഫൈനലിസ്റ്റിലേക്ക് വരുന്നത്. ഒന്ന് ഗുഡ് വുമൻ പോയംസ് ആൻഡ് എ മെമ്മയർ, പിന്നെ നെക്സ്റ്റ് ന്യൂ പോയംസ് എന്ന് പറയുന്ന 2 പോയംസാണ് ഒരേ സമയത്ത് ഈ ഒരു പുലിറ്റ്സർ പ്രൈസിന് വേണ്ടിയിട്ട് ഫൈനൽ സെഷനിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നത്. ആൻഡ് വേറെ ഒരുപാട് അവാർഡ്സ് വിൻ ചെയ്തിട്ടുള്ള ഒരു റൈറ്റർ കൂടിയാണ്. She won the Juniper Prize from the University of Massachusetts, and she also served as the state of Maryland's Poet Laureate from 1974 to 1985. And she won the prestigious National Book Award for her work Blessing the Bots, New and Selected Poems. She passed away in 2010 February 13. So as a poet നമ്മൾ ഈ ഒരു റൈറ്ററിൻ്റെ വർക്ക്സ് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ we can see that she usually used to examine the inner world of her own body and use the body as a theatre for her poetry. So main topic എന്തായിരുന്നു, what was the main topic of her writings എന്ന് ചോദിച്ചാൽ mainly the inner world of her own body. That was the topic of her most poems. So നമ്മൾ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നോക്കാൻ പോകുന്ന പോയം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടൈറ്റിൽഡ് ആസ് പോയം ഇൻ പ്രൈസ് ഓഫ് മെൻസ്ട്രേഷൻ. സോ ഫ്രം ദി ടൈറ്റിൽ ഇറ്റ്സെൽഫ് ഇറ്റ് ഇസ് clearly depicted that the poem is about menstruation, a biological process that occurs in every female human body. അപ്പോൾ എന്തുകൊണ്ടാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പ്രൈസ് ചെയ്തുകൊണ്ട് ഇറ്റ് ഈസ് എ ബയോളജിക്കൽ പ്രോസസ്സ്, അപ്പോൾ ഈ ഒരു ബയോളജിക്കൽ പ്രോസസ്സിനെ എന്തിന് പ്രൈസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് തിങ് ഇസ് മെൻസ്ട്രേഷൻ ഈസ് എ ടോപ്പിക് വിച്ച് ഇസ് കൺസിഡേർഡ് ടു ബി എ ടാബു ടോപ്പിക് ഓർ എ സ്റ്റിഗ്മ. സൊസൈറ്റിയിൽ അധികം ആരും സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിലോ ഒരു എൽഡേഴ്സ് ഇരിക്കുന്ന ഒരു പ്ലേസിലോ മെൻ ഇരിക്കുന്ന പ്ലേസിലോ ഒന്നും ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടാത്ത അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയമാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈവൻ ദോ ഇറ്റ് ഈസ് എ ബയോളജിക്കൽ പ്രോസസ് വിച്ച് occurs in every female human body, we the women are advised not to talk about this topic or about this usual process in front of anyone else. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഡിസ്കഷൻ ടോപ്പിക്കായിട്ട്, അല്ലെങ്കിൽ നോട്ട് ഈവൻ എ ഡിസ്കഷൻ ടോപ്പിക്, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വാട്ട് ആർ ദി തിങ്സ് ദാറ്റ് വി ആർ ഗോയിങ് ത്രൂ വൈൽ ഹാവിങ് സച്ച് എ ബയോളജിക്കൽ പ്രോസസ്സ്, ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ അനുവദിക്കാത്ത, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് ഈ ഒരു മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള ഒരു ബയോളജിക്കൽ പ്രോസസ്സിനെ വളരെ സിമ്പിളായിട്ട് പ്രൈസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഹിയർ വി ക്യാൻ സേ ദാറ്റ് ദ പോയറ്റ് ഈസ് ആക്ച്വലി സെലിബ്രേറ്റിംഗ് ദാറ്റ് പീരീഡ്. ആ ഒരു പ്രോസസ്സിനെ എന്ത് ചെയ്യാണ്, സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെയാണ് കാണിക്കുന്നത്. സോ ഇൻ ദിസ് പോയം ദ പോയറ്റ് compare menstruation to a river, like a river flowing without any hinder. So if there is a river more beautiful than this, bright as the blood red edge of the moon, if there is a river more faithful than this, returning each month to the same delta, if there is a river braver than this, coming and coming in an urge of passion, of pain, if there is a river more ancient than this, daughter of Eve, mother of Cain and of Abel, if there is in the universe such a river, if there is somewhere water more powerful than this wild water, pray that it flows also through animals beautiful and faithful and ancient and female and brave. So throughout the poem,
menstruation is considered, or menstruation is compared to a river. So the poem starts like this: if there is a river more beautiful than this, bright as the blood red edge of the moon. സോ ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരു നദി ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത്. ഒരു റെഡ് എഡ്ജ്, ബ്ലഡ് റെഡ് എഡ്ജ് ഓഫ് ദി മൂൺ എന്ന് ചോദിക്കുന്നത് ഇറ്റ് ഷോസ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ദാറ്റ് പ്രോസസ്സ്. ആ ഒരു ബയോളജിക്കൽ പ്രോസസ്സിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് അവിടെ പോയിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. സോ ഇഫ് ദർ ഈസ് എ റിവർ, ഇറ്റ്സ് എൻ അനഫോറ. ദാറ്റ് ഈസ് ഈ ഒരു പോയത്തിൻ്റെ അകത്ത് അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. എല്ലാ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഫ് ദർ ഈസ് എ റിവർ എന്ന് പറഞ്ഞിട്ടാണ് ആ പോയത്തിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ആ ലൈൻസ്. സോ ഈ ഒരു അനഫോറ, or if there is a river, it shows that it's a never ending cycle in a human, in a female human body. അതൊരു never ending cyclic process ആയിട്ടാണ് അവിടെ പോയിട്ട് അതിനെ പറയുന്നത്. ആൻഡ് the poet says that it is more beautiful. ആ ഒരു ഭംഗിയാണ് അവിടെ, ആ ഒരു മെൻസ്ട്രേഷൻ്റെ ഭംഗി അതിനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ആൻഡ് ഇഫ് ദർ ഇസ് എ റിവർ മോർ ഫെയ്ത്ത്ഫുൾ ദാൻ ദസ്, മോർ ഫെയ്ത്ത്ഫുൾ. സോ ഹിയർ the menstruation blood is said to be more faithful. അവിടെ ആ more faithful എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് കമ്പയർഡ് ടു ദി ക്രൈസ്റ്റ് ബ്ലഡ്. ആ ഒരു ബിബ്ലിക്കൽ റെഫറൻസ് ആണ് വരുന്നത്. ക്രൈസ്റ്റിൻ്റെ, അതായത് മനുഷ്യർക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യാനായിട്ട് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു തൻ്റെ ബ്ലഡ് ചൊരിഞ്ഞതുപോലെ, അതുപോലെ അത്രത്തോളം ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു മെൻസ്ട്രൽ ബ്ലഡ് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഇഫ് ദർ ഇസ് എ റിവർ മോർ ഫെയ്ത്ത്ഫുൾ ദാൻ ദസ്, റിട്ടേണിങ് ഈച്ച് മന്ത് ടു ദി സെയിം ഡെൽറ്റ, റിട്ടേണിങ് ഈച്ച് മന്ത് ടു ദി സെയിം ഡെൽറ്റ. ദാറ്റ് ഈസ് ഒരു റിവർ വീണ്ടും വീണ്ടും ഒരേ ഡെൽറ്റയിലേക്ക് തന്നെ ഒഴുകി വരുന്നത് പോലെ. That means this menstruation, this process is a cyclic one. Each and every month it is coming back to the female body. അത് ഓരോ മന്തും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. Then if there is a river braver than this, coming in a surge of passion, of pain. അപ്പോൾ വളരെ സംടൈംസ് ദിസ് മെൻസ്ട്രേഷൻ ഇസ് അൺഎക്സ്പെക്റ്റഡ്. അതായത് ഇപ്പോൾ നമുക്ക് സൈക്ലിക് ആണ് എങ്കിലും there are for some persons, for some females, ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറഗുലർ ആയിരിക്കാം. സോ അത് സഡൻ ആയിട്ട് ചിലപ്പോൾ നമ്മൾ ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആവാതെ വരുന്നതാവാം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ഇതിലേക്ക് വരുന്നതാവാം. ആൻഡ് ഇറ്റ് കോസ് എ പെയിൻ, എ കൈൻഡ് ഓഫ് പെയിൻ ഇൻ ദ ഫീമെയിൽ ബോഡി. ഇറ്റ് ഇസ്, നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ഡിലൈറ്റ്ഫുൾനെസ് പറയുന്നുണ്ട് എങ്കിലും the things that a female body have to suffer while going through this cyclic process is something unexplainable. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ക്രാംസ് ഉണ്ടാവും, മെൻസ്ട്രൽ ക്രാംസ് ഉണ്ടാവും, അതുപോലെ തന്നെ ബോഡി ഫുൾ പെയിൻ വരും, പല രീതിയിലുള്ള ഡിസ്കംഫേർട്ട് ഓരോ സ്ത്രീകൾക്കും ഈ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. ബട്ട് ഈവൻ തോ ഈ പെയിൻ എല്ലാം സഹിച്ചുകൊണ്ട് ദേ ആർ നോട്ട് ലൈക്ക് എന്താണ് ഈ ഒരു അവസ്ഥ വരുന്ന സമയത്ത്, സോ എല്ലാ മാസവും ഇത്തരത്തിലുള്ള ഒരു പെയിനിലൂടെ കടന്നു പോവുകയാണ് ഓരോ സ്ത്രീകളും. ആൻഡ് ഈവൻ തോ ഇത്തരത്തിലുള്ളൊരു പെയിൻ അനുഭവിക്കുന്ന സമയത്ത് പോലും ആക്ച്വലി എന്താണ് നമുക്ക് ആ ഒരു കെയർ, പ്രോപ്പർ കെയർ, അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ എന്താ പറയുക ഒരു കൺസേൺ കാണിക്കാതെ പലപ്പോഴും അത് അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് പോകുന്ന പല ആൾക്കാരുണ്ട്. നമുക്കറിയാം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കേരള യൂണിവേഴ്സിറ്റി നമുക്ക് മെൻസ്ട്രൽ ലീവ്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മെൻസ്ട്രൽ ലീവ് എന്ത് ചെയ്തിട്ടുണ്ട്, വിത്ത് അറ്റൻഡൻസ് നമുക്ക് മെൻസ്ട്രൽ ലീവ് അവൈൽ ചെയ്യാനുള്ള ഒരു സമ്പ്രദായം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. സോ വൈ സച്ച് എ മെൻസ്ട്രൽ ലീവ് ഇസ് ഗ്രാൻറ്റഡ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ബിക്കോസ് അത്രമാത്രം ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ സൈക്ലിക് ആണ്. അപ്പോൾ ചിലർക്ക് അത് ആ ഒരു അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻ, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ pain they have to suffer is something unexplainable. അപ്പോൾ ആ ഒരു പെയിൻ, ആ ഒരു പാഷനോട് കൂടിയാണ് ഓരോ മാസവും എന്ത് പറയുന്ന ഈ ഒരു മെൻസ്ട്രേഷൻ ഓരോ സ്ത്രീകളിലേക്കും കടന്നു വരുന്നത്. ആൻഡ് റിവർ, ഇഫ് ദർ ഇസ് എ റിവർ മോർ ഏൻഷ്യന്റ് ദാൻ ദിസ്, ഡോട്ടർ ഓഫ് ഈവ്, മദർ ഓഫ് കെയിൻ ആൻഡ് ഓഫ് ഏബൽ. സോ അവിടെ അഗെയിൻ ദർ ഇസ് എ ബിബ്ലിക്കൽ റെഫറൻസ്. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ദിസ് റിവർ ഇസ് വെരി ഏൻഷ്യൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഡോട്ടർ ഓഫ് ഈവ്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വുമൻ, ബുക്ക് ഓഫ് ജെനസിസിൽ ആദ്യത്തെ സ്ത്രീ എന്ന് കണക്കാക്കപ്പെടുന്ന ഈവിനോളം എന്താണ്
ഏൻഷ്യൻ്റ് ആണ് ഈ റിവർ. മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന അത്രമാത്രം എന്താണ് ancient and it also the mother of Cain and Abel, it also compares or it also indicates the regeneration or reproduction. Menstruation is something that is related to reproduction, also regeneration. ഒരു പുതിയ തലമുറ ഉണ്ടാവണമെങ്കിൽ അതിന് മെൻസ്ട്രേഷൻ വേണം. അപ്പോൾ ആ ഒരു മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇൻഡിക്കേഷൻ ഫോർ റീപ്രൊഡക്ഷൻ. ഒരു പുതിയ തലമുറ ഉണ്ടാക്കാനും ഈ പറയുന്ന മെൻസ്ട്രേഷൻ ആവശ്യമാണ്. സോ ഈ ആ ഒരു ലൈൻസിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒരു ബിബ്ലിക്കൽ റെഫറൻസ് ആണ്. റിവർ എന്ന് പറയുന്ന മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈവിനോളം തന്നെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് the regeneration or reproduction process. Then if there is in the universe such a river, if there is somewhere water more powerful than this wild water, pray that it flows also through animals, beautiful and faithful and ancient and female and brave. So the poem is ending like this: in this whole universe, if there is a river which is more powerful than this wild water, അതായത് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് അത്രത്തോളം പവർഫുൾ ആണ് എന്നാണ് കാണിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഹാസ് ദി പവർ ടു ഗീവ് ബർത്ത് ടു എ ചൈൽഡ്, ഒരു റീപ്രൊഡക്ഷൻ ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ. മെൻസ്ട്രേഷൻ ഇസ് ഇനെവിറ്റബിൾ, അത് നമുക്ക് കൂടിയേ തീരുള്ളൂ. അപ്പോൾ അത്രത്തോളം ഒരു തലമുറയെ വാർത്തെടുക്കാൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷനെ നൽകാൻ മാത്രം കഴിവുള്ള ഒന്നാണ്. അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള, ഇതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ളൊരു വാട്ടർ ഈ ലോകത്തിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഉണ്ട് എങ്കിൽ the poet is praying that it may flows through animals, beautiful, faithful and ancient and female and brave. അത് എല്ലാ ജീവജാലങ്ങളിലൂടെയും ഒഴുകട്ടെ. ഇതിനേക്കാൾ എന്താണ് പവർഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർ ഉണ്ട് എങ്കിൽ let it flow through everything in this world എന്നുള്ളൊരു പ്രയറോട് കൂടിയാണ് ഇവിടെ പോയിട്ട് ഇത് അവസാനിപ്പിക്കുന്നത്. സോ actually the speaker normalizes menstruation using adjectives such as beautiful, brave, ancient, powerful and evident. See, ആ ഒരു പറയുന്ന വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട്, ഇത്തരത്തിലുള്ള അഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ചിട്ട് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു നോർമൽ ബയോളജിക്കൽ സൈക്ലിക് പ്രോസസ്സാണ്. ദർ ഈസ് നത്തിങ് ടു എക്സാജുറേറ്റ് ഇൻ ഇറ്റ്, അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് ഒളിച്ചു വെക്കേണ്ടതായിട്ടൊന്നുമില്ല. ജസ്റ്റ് നോർമലൈസ് ഇറ്റ് എന്നുള്ള രീതിക്കാണ് പോയറ്റ് ഇവിടെ പറയുന്നത്. ആൻഡ് പോയം സെറ്റ്സ് ദ ഗേൾസ് ഫ്രീ ടു അക്നോളജ് മെൻസസ് ആസ് ഇറ്റ് ഈസ് എ വർത്ത് വെയർ ബയോളജിക്കൽ പ്രോസസ്. ദർ ഈസ് നത്തിങ്, ഇറ്റ് ഈസ് നോട്ട് എ ടാബു ടോപ്പിക്, ഇറ്റ്സ് നോട്ട് എ സ്റ്റിഗ്മ, ജസ്റ്റ് സ്പീക്ക് ഇറ്റ് ഔട്ട്. ഇത് ഒരു ഫ്രീ അക്നോളജ്മെൻറ്റ് ഗേൾസിന് കൊടുക്കുകയാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ ബയോളജിക്കൽ പ്രോസസ്സ്. ഇതിൻ്റെ അകത്ത് നമുക്ക് എക്സാജുറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതെന്തോ ഭയങ്കര സംഭവമായിട്ട് പറയാനോ അല്ലെങ്കിൽ അതിനെ എന്താണ് മോശം എന്നുള്ള രീതിയിൽ ഒളിച്ചു വയ്ക്കാനോ ഒന്നുമില്ല. ദിസ് ഇസ് ജസ്റ്റ് എ ബയോളജിക്കൽ പ്രോസസ്സ്. വളരെ സുന്ദരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ പ്രോസസ്സ് ആയിട്ടാണ് പോയിറ്റിനെ പറയുന്നത്. ആൻഡ് ദ മെൻസസ് ഫ്ലോസ് ഔട്ട് ഓഫ് ദി വുമൻസ് ബോഡി ജസ്റ്റ് ലൈക്ക് എ വാട്ടർ, ജസ്റ്റ് ലൈക്ക് എ റിവർ, ഒരു നദി ഒഴുകുന്ന പോലെ അത്രയും സുന്ദരമായിട്ടാണ് പോയറ്റ് ഇവിടെ മെൻസ്ട്രേഷനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ സീ ദാറ്റ് ഈ ഒരു റിവർ എന്ന് പറയുന്നത് ആക്ച്വലി പോയറ്റ് ഇസ് ഇൻഡിക്കേറ്റിംഗ് to the river Jordan, which is included in the Bible. It is a place of baptizing and rebirth. Baptizing indeyum rebirth indeyum place aatana. So in this particular poem, the blood അല്ലെങ്കിൽ ഈ ഒരു റിവർ ബ്ലഡ് എന്ന് പറയുന്നത് ഇവിടെ മേർഡറിൻ്റെയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനെ അല്ല ഇവിടെ ആ ബ്ലഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ റീബർത്ത് അല്ലെങ്കിൽ ആ ഒരു റീപ്രൊഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആൻഡ് ദർ ഈസ് നോ പങ്ക്ച്വേഷൻസ് ഇൻ ദിസ് പെർട്ടിക്കുലർ പോയം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫ്രം ദി ബിഗിനിങ് ടുവേർഡ്സ് ദി എൻഡ് ഇതിൻ്റെ അകത്ത് കോമയോ കുത്തോ അങ്ങനെ ഒന്നും പങ്ക്ച്വേഷൻസ് ഒന്നുമില്ല. വിച്ച് ഇൻഡിക്കേറ്റ്സ് ദി അൺഹിൻറ്റേർഡ് ഫ്ലോ ഓഫ് ബ്ലഡ്. ഒരു നദി ഒരു തടസ്സങ്ങളുമില്ലാതെ എങ്ങനെയാണോ മുന്നോട്ട് ഒഴുകുന്നത്, അതുപോലെ ഇവിടെ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ മെൻസ്ട്രൽ ബ്ലഡ് ഇസ് ഫ്ലോയിങ് വിത്തൗട്ട് എനി ഹിൻഡ്രൻസ്. അതാണ് ആ ഒരു പങ്ക്ച്വേഷൻസ് ഒന്നും ഇല്ലാതിരിക്കുന്നതിനെ ആ ഒരു നദിയുടെ ഒഴുക്ക് പോലെ തന്നെ സുഗമമായിട്ടുള്ള ഒന്നാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എവറി വേർഡ് ഈസ് കണക്റ്റഡ് ടു ഈച്ച് അതർ. ഇതിലുള്ള ഈ പോയത്തിലെ ഓരോ വരികളിലെയും ഓരോ വാക്കുകളും പരസ്പരം കണക്റ്റഡ് ആണ്. ഏതുപോലെ ലൈക്ക് ഈച്ച് ആൻഡ് എവറി വുമൻ ഇസ് കണക്റ്റഡ് ടു ഈച്ച് അതർ. ജനിച്ചതും അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതും മരിച്ചതുമായിട്ട് എല്ലാ സ്ത്രീകളും ഈ ഒരു മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ
ദ ഹോൾ മദർ എർത്തുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ കാണിക്കാൻ കൂടിയിട്ട് വേണ്ടിയാണ് ഇവിടെ പങ്ക്ച്വേഷൻസ് ഒന്നും തന്നെ യൂസ് ചെയ്യാത്തത്. ആൻഡ് ദ പെയിൻ ഓഫ് മെൻസ്ട്രേഷൻ വിച്ച് ഇസ് മോസ്റ്റ്ലി ക്രാംസ് ഡസ് നോട്ട് മേക്ക് ദി പ്രോസസ് ലെസ് ഡിലൈറ്റ്ഫുൾ. ആക്ച്വലി we know that the pain of menstruation എന്ന് പറയുന്നത് each and every woman has to go through that. അപ്പോൾ ആ ഒരു പെയിൻ ഒരിക്കലും ഈ ഒരു പ്രോസസ്സിനെ ലെസ് ഡിലൈറ്റ്ഫുൾ ആക്കുന്നില്ല എന്നുള്ളതാണ് പോയിട്ട് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. സോ ദ പോയിറ്റ് ഇസ് ട്രൈങ് ടു ഗീവ് another level of credit or another എന്താ പറയുക, നമുക്ക് ആ ഒരു മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ആ ഒരു ടാബു ടോപ്പിക്കിൽ നിന്ന് മാറ്റി അതിനെ നോർമലൈസ് ചെയ്യാനും അതിനെ ബ്യൂട്ടിഫുൾ ആയിട്ടും ബ്രേവ് ആയിട്ടും പവർഫുൾ ആയിട്ടും ഒക്കെ കാണിക്കാനാണ് ഈ ഒരു പോയത്തിലൂടെ ശ്രമിക്കുന്നത്. താങ്ക് യു.